Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് കയ്പക്കായ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. കയ്പക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വരെ ഇത് നന്നായിട്ട് കഴിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 3 കയ്പക്കായയും നമ്മൾ ചെറിയ കയ്പക്കായാണ് എടുത്തേക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇത് മുകളിൽ നിന്ന് കീറിയിട്ട് ഉൾഭാഗം നന്നായിട്ട് ഇതിൻ്റെ കുരുള്ള ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് അരിക്കാനായിട്ട്. ഫുള്ളായിട്ട് കീറരുത്. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ കീറിയേക്കണം. ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 3 കയ്പക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി ഒരു കഷ്ണം, സബോള ഒരെണ്ണം, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് വേപ്പില. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഏത് ഓയിലാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അതിലെടുക്കാം. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പം നമ്മളൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, ഇതിനൊപ്പം വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല എളുപ്പത്തിലാവും. നമുക്ക് തോന്നുന്നത് ഭയങ്കര വലിയ പരിപാടിയാണെന്ന് തോന്നും, പക്ഷേ അത് നല്ല എളുപ്പത്തിലാവും കേട്ടോ. 2 മിനിറ്റ് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള ഒക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ 1.5 സ്പൂൺ വരെ ആവാം. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്കൊരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആകെ ഇത്ര മസാലയേ വേണ്ടോ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിട്ട് കുറച്ച് ചൂടാറിയാൽ മതി. അതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് നമ്മുടെ കയ്പക്കായയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു നൂല് എടുത്തേക്കുക. സാധാ നൂലായാലും മതി. ഇതിനെ കുറച്ചൊരു കട്ടിയുള്ള നൂലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മുടെ കയ്പക്കായ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നൂലെടുക്കുന്നത്. അത് റെഡിയാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയ്പക്കായ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഒരു ചെറിയ സ്പൂണ് വഴിയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് കയ്പക്കായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വരെ നല്ല അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു ടേസ്റ്റാണ്. കയ്പക്കായയുടെ കയ്പും വരെ നമുക്ക് അറിയില്ല. അതിൽ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കയ്പക്കായയുടെ കുരു നന്നായി നിറഞ്ഞിട്ടല്ല ഇരിക്കുക. അതുപോലെ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നിറഞ്ഞിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക ഇങ്ങനെ. ഇതിന് ശേഷം നമുക്ക് നൂലെടുക്കുക. ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഒരു 2 കെട്ടായാലും മതി കേട്ടോ. കുറച്ചും കൂടി സേഫായിട്ട് മസാല ഒന്ന് പുറത്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെക്കണം. നൂലൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയേക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കണം. നന്ന് കഴുകിയിട്ട് നൂലെടുത്താൽ മതി. അപ്പോൾ വൈറ്റ് നൂലെടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ കളറിൻ്റെ പ്രശ്നം വരില്ലല്ലോ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മസാല ഒക്കെ ഉള്ളിലാക്കിയിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഓരോന്ന് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോഴാണ് അത് ഉള്ളു ഭാഗം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കയ്പക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ഈ നമ്മുടെ നൂല് കെട്ടിയത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇത് കട്ട് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കെട്ടണ കാരണം തീരെ പുറത്തേക്ക് പോവില്ല, ഈ മസാലകളൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മസാല ഉള്ളിലിരിക്കുന്നത്. ഇതിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കയ്പക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി മമ്മിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചേക്കുന്നത്. മമ്മി അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.